സന്ധ്യ 91 കോളേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 91 ഒക്ടോബർ 4-ാം തീയതിയാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് ബിടെക്കിന്റെ. ഒക്ടോബർ 29-ാം തീയതി ബോംബെയിലേക്ക് യാത്ര ചെയ്തു. 91 ഡിസംബർ മാസം ജോലിക്ക് ജോയിൻ ചെയ്തു. 7 ഡിസംബർ അതിന്റെ ഡീറ്റെയിലുണ്ട്. അത് കഴിഞ്ഞ് അന്ന് മോട്ടോർ ഉണ്ടാകുന്ന ഒരു കമ്പനിയിലായിരുന്നു ഗോരകാവിൽ അവിടെ ജോയിൻ ചെയ്തത്. 92 ഒക്ടോബർ 1-ാം തീയതി എക്സൽ എന്ന കമ്പനിയിലേക്ക് കാൽമാറി. എക്സൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അതിന്റെ അമ്പോളി സൈറ്റിന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. പിന്നെ 92 ഒക്ടോബർ മുതൽ 96 ജൂൺ വരെ ഈ എക്സൽ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. 96 ഈ കാലയളവില് ഈ ബോംബെ IIT-യിലെ പ്രോജക്ട് മാനേജ്മെന്റിലെ പോസ്റ്റ് ഒരു പേപ്പറില് ഒരു സെമസ്റ്റർ പഠിച്ചു. അതിന്റെ പ്രൊജക്ട് ONGC ഉറാനില് ആണ് ചെയ്തത്. പിന്നെ ആ സമയത്ത് തന്നെ മറ്റുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാനവിടെ പോകുന്ന സമയത്ത് ഇവിടെ കൊയറുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അവിടെ നിന്നപ്പോഴും അവിടെ ഗിറ്റാർ വായിച്ചിരുന്നു. അവിടെ മലയാള മാസിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാസിനും ഗോവൻസിന്റെ ഇംഗ്ലീഷ് മാസിനും അവിടെ കൊയറിലുണ്ടായിരുന്നു. 96 ദുബായിലെ അവിടെ ഒരു കമ്പനിയില് അവിടെ സെലക്ഷൻ കിട്ടിയ കാരനാണ് ഇവിടുന്ന് റിസൈൻ ചെയ്തത്. 96 ദുബായിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോർഡിന്റെ ഇന്റർവ്യൂ വരുന്നത്. ബോർഡിന്റെ ഇന്റർവ്യൂവിന് ഞാൻ അവിടെ നിന്ന് വരികയും പിന്നെ അവിടേക്ക് റെസിഗ്നേഷൻ ഫാക്സ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 96 ഇന്റർവ്യൂ കഴിഞ്ഞു. പക്ഷെ ഇന്റർവ്യൂവില് ഞാൻ അപ്പോയിന്റ്മെന്റ് കുറച്ച് വൈകി. അത് കാരണം 97 ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജില് ഗസ്റ്റായിട്ട് വീണ്ടും ജോയിൻ ചെയ്തു. 97 മുതൽ 99 ജൂൺ വരെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്നു. ജൂണില് ഒരു മാസത്തെ ഒരു അസൈൻമെന്റിന് ഞാൻ മസ്കറ്റിൽ പോയ സമയത്ത് ആ അസൈൻമെന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് ദുബായിൽ പോയിരുന്നു. ആ സമയത്ത് ഫിറോസ് അതുപോലെ അൻവർ ഇവരുടെ കൂടെയാണ് അന്ന് താമസിച്ചിരുന്നത് ദുബായില്. പിന്നെ വീണ്ടും മസ്കറ്റിൽ വന്ന് ബോർഡിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. പേര് പറഞ്ഞ മാതിരി ഞാൻ ജോയിൻ ചെയ്തത് പെൽസന്റെ തന്നെ KCB-യുടെ ഏറ്റവും വലിയ സബ്സ്റ്റേഷൻ തന്നെയാണ്. ഏറ്റവും വലിയ ജനറേഷൻ സ്റ്റേഷനിലാണ് അതിനടുത്ത് തന്നെയാണ് ജോയിൻ ചെയ്തത്. മൂലത്ത് അവിടെ വേറൊക്കെ ഇത് ബെൽറ്റ് അവിടെ തന്നെ ജോയിൻ ചെയ്തു. 99 മുതല് ബോർഡിലാണ്. 99 ഓഗസ്റ്റ് 9 മുതൽ 2001 ഏപ്രിൽ 6 വരെ മൂലമറ്റം. അവിടെ നിന്ന് പിന്നെ ഡിസ്ട്രിബ്യൂഷനിലാണ്. പിന്നെ 2 കൊല്ലം, അതായത് 2003 ജൂലൈ 31 വരെ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതിനുശേഷം 2003 ജൂലൈ 31 മുതൽ ഇന്നേ വരെ KCB-യുടെ ട്രെയിനിങ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ബോസ്
കൃഷ്ണൻ വളരെ കുറച്ചിനല്ലേ അവിടെ ഉണ്ടായുള്ളൂ. 2 കൊല്ലം ആ കൃഷ്ണൻ അവിടെ അല്ല അവിടെ അങ്ങനെയല്ല, സിസ്റ്റം അങ്ങനെയല്ല, 2 അങ്ങനെയാ ഉള്ളൊരു ബോസിന്റെ പ്രശ്നം വരുന്നില്ല അവിടെ. ബോസിന്റെ പ്രശ്നം കാരണം കിടക്കുകയാണ് അവിടെ. പിന്നെ ഞങ്ങള് ജോൺസൺ പറഞ്ഞു പ്രൊജക്റ്റില് ആദ്യമായിട്ട് ആണ് പ്രൊജക്റ്റിന് ശേഷം കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പ്രൊജക്റ്റ് എനർജി ഓഡിറ്റായിരുന്നു. എനർജി ഓഡിറ്റില് ആ ഫീൽഡിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എനർജി ഓഡിറ്ററായിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് സർട്ടിഫൈ ചെയ്തത് ഞാനാണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം കൃഷ്ണൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദിര സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മധു സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ഈ ഗിറ്റാർ പഠിച്ചത്, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഗിറ്റാർ പഠിക്കുന്നത്. അത് ബോംബെയിൽ ചെന്നപ്പോൾ അത് വലിയൊരു ഗുണമായിരുന്നു. അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാനും അതിന് നല്ലൊരു ആക്ടിവിറ്റീസ് ഉണ്ടാക്കാനും അത് വളരെ ഉപകാരപ്പെട്ടിരുന്നു. അല്ല, ഈ കൊയറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. പിന്നെ അന്ന് ബോംബെയിലുള്ളപ്പോ ഫിറോസായിട്ടൊക്കെ നല്ല കണക്ഷനായിരുന്നു. പിന്നെ കുറെ നാള് ഫിറോസിന്റെ ആന്റിയുടെ വീട്ടിലായിരുന്നു ഞങ്ങള് താമസിച്ചിരുന്നത്. ഒരു വട്ടം റേഡിയോയിൽ പ്രോഗ്രാം വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത് അറിയില്ലെങ്കിലും റേഡിയോയിൽ ഒരു വട്ടം പ്രോഗ്രാം അല്ലല്ല, അത് നാട്ടിൽ വെച്ചിട്ടാണ്. തൃശ്ശൂർ റെയിൽവേ അല്ല റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഒരു പ്രോഗ്രാം. പിന്നെ ബോംബെയിൽ ഇരിക്കുമ്പോ ബോംബെയില് താമസിച്ചിരുന്നത് കാർഗോ സ്റ്റോപ്പില് ആ കോട്ടേഴ്സിൽ തന്നെയായിരുന്നു, കോട്ടേഴ്സിലായിരുന്നു താമസം. അപ്പൊ ജയറാമായിടയ്ക്ക് അവിടെ ചക്കാല ഗോഡ്ഫ്രേ ഫിലിപ്സ് ജയറാമയുടെ ജയറാം ഗോഡ്ഫ്രേ ഫിലിപ്സില് അവിടെ കേബിളിന്റെ വർക്കായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്തും ചക്കാലയിൽ വെച്ച് ഇടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്. പിന്നെ ബോംബെയിൽ പലരായിട്ടും ഉണ്ടായിരുന്നു. അന്ന് കൃഷ്ണനും ഒരു വന്നിട്ടുണ്ട്, റൂമിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കൃഷ്ണനും പറയണ്ട, നമുക്കറിയുന്ന എല്ലാവരും അത്രയാണ്. പിന്നെ വീട്ടുകാരെ പറ്റി പറയുമ്പോ അതത്ര വേണ്ടോ അവിടെ ഭാര്യ, ജോലി, വീട് ഇരിങ്ങാലക്കുട. ആള് +2 ടീച്ചറായിട്ട് വടക്കഞ്ചേരി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വടക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇരിങ്ങാലക്കുട വീട്. അവരുടെ ഒറിജിൻ അതായത് ഫാദറായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഫാദർ ക്രൈസ്റ്റ് കോളേജില് സ്റ്റാറ്റിയുടെ ഹെഡായിരുന്നു. അങ്ങനെ അത് ഫിറോസിൻ്റെതായിട്ടുള്ള അടുപ്പം കാരണമാണ്. പിന്നെ ഞങ്ങളിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്.